ഗൈസ് സമയം ഇപ്പൊ 12 മണി കഴിഞ്ഞ് 12:08 ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. ഇപ്പൊ മുതൽ നമുക്ക് 40 രൂപ സർജ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് 10 മണിക്ക് ശേഷം 8 മണിക്ക് ശേഷം ഒന്നും സർജ് കിട്ടാതിരുന്നത് ഇപ്പൊ 40 രൂപ കിട്ടുന്നോണ്ടായിരിക്കാം മേ ബി. അതുകൊണ്ടായിരിക്കും ആ സർജ് അവർ ഓഫ് ആക്കിയിട്ടത്. കുഴപ്പമില്ല, ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തിരിച്ചെടുത്തിരിക്കുന്നു. നമുക്കിപ്പം മുതൽ സർജ് 12 മണിക്ക് ശേഷം 40 രൂപ സർജ് കിട്ടിയിട്ടുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അഡീഷണൽ ഒരു 3-4 ഓർഡറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി സ്പീക്കിംഗ് ഇനിയിപ്പോ 2 ഓർഡറും കൂടെ മതി നമുക്ക് രണ്ടാമത്തെ ഇൻസെന്റീവ് സ്ലാബ് ആയിട്ടുള്ള 155 രൂപ ഏൺ ചെയ്യാനായിട്ട്. വണ്ടിയിലെ പെട്രോൾ ഏകദേശം തീരാനായിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് പെട്രോൾ അടിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ എന്റെ കയ്യിൽ 1000 രൂപയൊന്നും ഇപ്പോൾ എടുക്കാനില്ല. ഇതിവിടെ ഒരു പമ്പ് കാണുന്നുണ്ട്. ഞാൻ പോയി പെട്രോൾ അടിക്കാം. 250 അടിച്ചോളൂ. ഇതിൽ സ്കാൻ ചെയ്യട്ടെ. അപ്പൊ 250 രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിച്ചപ്പോൾ 2 ലിറ്ററും 360 മില്ലി ലിറ്ററുമാണ് നമുക്ക് പെട്രോൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ 250 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ എനിക്ക് ഏകദേശം ഒരു 150 കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും. 180 കിലോമീറ്റർ ഒക്കെ ഞാൻ ഓടുള്ളൂ. അത് കൂടുതൽ ഓടാനും പൈസ ഉണ്ടാക്കാനും, ഐ മീൻ പൈസ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, നമുക്ക് ശരീരം കൂടെ വേണം. ഇപ്പൊ ഞാൻ സൈക്കിളിലൊക്കെ ഓടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് ഒരാളുണ്ട്. പക്ഷെ അവനൊക്കെ എങ്ങനെയാണാവോ ഈ 100-150 കിലോമീറ്റർ ഒക്കെ ഓടാന്ന് ഞാൻ